ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈറിച്ചിന്റെ ലീഡർമാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കള്ളത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഹൈറിച്ചിന്റെ രണ്ടാമത്തെ ഫ്രീസിംഗ് അനീതിയാണ് ഹൈക്കോടതി ഇവരോട് തുറന്നു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഓവർ ടൈം പണിയെടുത്തിട്ട് അത് രണ്ടാമതും ഫ്രീസ് ചെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കേസ് രണ്ടാമത്തെ തവണയാണ് മാറ്റിവെക്കുന്നത്. 25/6 അത് 8/7 8/7 അത് 11-ാം തീയതിക്കും ചെറിയ 3 ദിവസം മാത്രമേ മാറ്റിവെച്ചുള്ളൂ എന്നാണ് ഇവർ തന്നെ മാറ്റിവെച്ചിട്ട് പറഞ്ഞിരുന്നത്. എന്നാൽ 3 ദിവസം കഴിഞ്ഞ് മാറ്റിവെച്ചപ്പോൾ 11/7 മാറ്റിവെച്ച സമയത്ത് ഇവർ പറഞ്ഞിരുന്നത് അത് കേസിൻ്റെ നമ്പർ 353 ഉച്ചയ്ക്ക് ശേഷമാണ്, അതുകൊണ്ട് നമ്മുടെ വക്കീലിന് വാദിക്കാൻ സമയം തികയാതെ വരും. അപ്പോൾ ഇതുപോലെ 4 മണിക്ക് കോടതി അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം വരും. രാത്രി വരെ ചിലപ്പോൾ ഈ വാദങ്ങൾ നീണ്ടുപോകും. അതുകൊണ്ട് സമയം തികയാത്തത് കൊണ്ട് 353 നമ്പർ ആയതുകൊണ്ട് നമ്മളത് വാദിക്കാതെ വിട്ടു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 17-ാം തീയതിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാൽ ആശ്ചര്യം എന്ന് പറയുന്നട്ടെ, 353 കേസ് സമയം തികയില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ഇതേ കമ്പനി, ഇതേ വക്കീല് നാളെ 372 കേസ് നമ്പർ, 372 ഐറ്റമായിട്ട് നാളെ ഈ കേസ് വരികയാണ്. 372 353 വലിയ നമ്പർ, ഏതാണ് ആദ്യം എടുക്കുക എന്ന് ഇവർ ഉത്തരം പറയേണ്ടി വരും. എന്തായാലും ഹൈറിച്ചോളികളായ തലച്ചോറ് പണയം വെച്ചവർ ഇതൊന്നും ചോദിക്കില്ലായിരിക്കും. പക്ഷേ ഇതിനെക്കുറിച്ച് അറിയുന്ന, അല്പമെങ്കിലും ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഹൈറിച്ചിലെ നിക്ഷേപകരായ നിങ്ങൾ ചോദ്യം ചോദിച്ചു തുടങ്ങണം, എന്തിനാണ് ഇത്തരത്തിലുള്ള കളവുകൾ നിങ്ങൾ പറയുന്നത് എന്ന്. വാദിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ട്, എന്തായാലും വാദിച്ചു തുടങ്ങിയാൽ അത് അവിടെ ഡിസ്പോസ് ആവും എന്നുള്ളത് കൊണ്ട് മാറ്റിവെക്കുന്ന കേസുകളാണ് ഇതൊക്കെ. എന്നിട്ട് ഇവർ ആൾക്കാരെ പറഞ്ഞു പറ്റിക്കും, അടുത്ത മാസം 17-ാം തീയതി കേസുണ്ട്, അന്ന് എല്ലാം ശരിയാവും, അതുവരെ നിങ്ങൾ സമാധാനപ്പെടൂ എന്ന്. പറ്റുമെങ്കിൽ നാളെയും 1 മാസത്തെ അവധിയിൽ ഇത് മാറ്റിവെക്കും. അങ്ങനെയായാൽ ഇവർക്ക് 1 മാസം കൂടി പൈസ ചോദിച്ചു വരുന്ന ആൾക്കാരെ തടഞ്ഞു നിർത്താൻ സാധിക്കും എന്നുള്ളതാണ്. കേസിന് പോവാതെ അവർക്കൊക്കെ ഇത്തരത്തിലുള്ള സമാധാനിപ്പിച്ച് വിടാൻ ചിലപ്പോൾ ഇതുകൊണ്ട് സാധിക്കുമായിരിക്കും. എന്തായാലും നാളെ കാണാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഒന്നുകിൽ ഡിസ്പോസ് അല്ലെങ്കിൽ മാറ്റിവെക്കൽ. ബൈ.